ഹായ്, ഇത് ദുൽഖർ സൽമാനാണ് നിങ്ങളോടൊപ്പം. Talk of the town. It's your birthday today. Congratulations. Happy birthday. Thank you. How are you feeling? I'm feeling old. every year. How young are you? I'm very young at heart. At heart I'm like. Actors പ്രായം പറയാൻ മടിക്കുന്നു കേട്ടിട്ടുണ്ട്. Is that true? അങ്ങനെ I don't know. I don't think ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. Then open up. Actually no. കാരണം ഇതൊരു സത്യം ഞാൻ വെളിപ്പെടുത്താം. ഞാൻ കറക്റ്റ് ഡേറ്റ് പറയില്ല. പക്ഷേ എന്റെ ബർത്ത് ഡേറ്റ് ഓൺ വിക്കിപീഡിയ ഇസ് റോങ്. That's fine. അത് ആരെഴുതിയെന്ന് എനിക്കറിയില്ല, ഞാനായിട്ട് എഴുതിയതല്ല. അതുകൊണ്ട് അതവിടെ അങ്ങനത്തെ നിൽക്കട്ടെ. പക്ഷെ ദുൽഖർ എപ്പോഴും യങ് ആണ്. I mean, from the day you entered the industry till date, ദുൽഖറിന്റെ ഫേസിൽ ആ യൂത്ത് ഫീലിംഗ് ദുൽഖർ ഹൈഡ് ചെയ്തിട്ടില്ല. ഒരു എനർജി, ഒരു വാംത്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ ദുൽഖറിന്റെ മുഖത്ത് എന്തോ ഒരു എനർജി ഉണ്ട്. എന്താ അത്? വേറെ ഒന്നുമില്ല. ഐ തിങ്ക് എനിക്കിത് ഇപ്പൊ ഈ പ്രായത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലപ്പോൾ ഞാൻ വിചാരിക്കും ബിക്കോസ് when I'm young I should try and play. എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന യങ് റോൾസ് ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഒരു വയസ്സനായ ദുൽഖർ എങ്ങനെ ഇരിക്കും? ഒരിക്കൽ പൃഥ്വിരാജിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ കഷണ്ടി വന്ന് ഞാൻ എന്റെ പ്രായം ഞാൻ ആസ്വദിക്കും എന്നോ മറ്റേ അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. വയസ്സനായ ദുൽഖർ എങ്ങനെ ഇരിക്കും? ഹോപ്പ്ഫുള്ളി മുടി ഉണ്ടാവും. എന്റെ ഫാമിലിയിൽ അങ്ങനെ അധികം പേർക്ക് മുടി പോയതായി കണ്ടിട്ടില്ല. പക്ഷെ നരയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഇവിടെയൊക്കെ നരയൊക്കെ ഉണ്ട്. ഇല്ല, ചെയ്യാറില്ല. കാരണം എനിക്ക് കോളേജ് മുതൽ ചെറിയൊരു നരകളൊക്കെ ഉണ്ട്. നരക്കണം, ഓക്കെ, മുടി പോയിരുന്ന മതി. You are an influential actor. You are an influential youngster too. Most influential person അല്ലെങ്കിൽ യങ്സ്റ്റർ ഇൻ ഇന്ത്യ എന്ന് കേട്ടതുകൊണ്ട് ചോദിക്കുകയാണ്. ദുൽഖറിനെക്കാളും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് ഒരു കാലത്ത് വിലസി നടന്ന, ഇപ്പോഴും വിലസുന്ന ഒരു അച്ഛനുണ്ട്. അദ്ദേഹം എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ദുൽഖറിനെ? എല്ലാ രീതിയിലും. എനിക്ക് എന്റെ ലൈഫിന്റെ എവറി സെക്കൻഡ് എവറി ബ്രെത്ത് എനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. അത്രയും ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആ ദേഷ്യം കാണുന്നില്ല. അതൊരു ഇൻഫ്ലുവൻസ് ആണ്. ബിക്കോസ് എന്താ പറയുക, അത് വളരെ ചെറുപ്പം മുതലേ ആ ഒരു ദേഷ്യം ഉള്ളത് അബ്ജിക്ക് പോലും ഇഷ്ടമല്ല. അബ്ജിയുടെ ദേഷ്യം ഇഫ് ഹി കുഡ് കൺട്രോൾ, ഐ മീൻ അല്ല, ശരിക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നെങ്കിൽ കൺട്രോൾ ചെയ്ത് തന്നെ. പണ്ട് അച്ഛൻ വേറെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? എന്ത് ചെയ്താലും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ടുവേർഡ്സ് ഹിസ് ഫാമിലി, ടുവേർഡ്സ് കേരള, ടുവേർഡ്സ് ഇന്ത്യ, ടുവേർഡ്സ് റിലിജൻ, അല്ലെങ്കിൽ എന്തിലാണെങ്കിലും ഐ ഫീൽ ലൈക്ക് ഹീസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ. ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി, ശരി തെറ്റുന്ന കുറിച്ച് എപ്പോഴും ഒരു ധാരണയുണ്ട്. അവിടെയാണ് ഒരു ചോദ്യം. ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് പോലും പറയാനുള്ളത് തുറന്നു പറയാറുണ്ട്. ഹി ഈസ് എ മാൻ ഓഫ് ഹിസ് വേർഡ്സ്. പക്ഷെ ദുൽഖർ അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു കമന്റ് എവിടെയും പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതെ, അതിൽ ഐ തിങ്ക് എൻ്റെ ഫാദർ ഉള്ള ഒരു സ്ഥാനവും അല്ലെങ്കിൽ ഒരു പൊസിഷനിലും ഹി ഹാസ് ദ റൈറ്റ് ടു വോയിസ് ഈ ഒപ്പീനിയൻസ്. അതിനുള്ള ക്രെഡിബിലിറ്റി ഉണ്ട്. അതിനുള്ള ക്രെഡിബിലിറ്റി ഇത്രയും വർഷങ്ങളായിട്ട് ഹീസ് ഏൺഡ് ഇറ്റ്. ഐ എം സ്റ്റിൽ വെരി ന്യൂ. യങ്സ്റ്റേഴ്സ് പലരും ഫേസ്ബുക്കിൽ പലതും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ഹാവ് നോട്ട് സീൻ ദുൽഖർ പോസ്റ്റിംഗ് കോൺട്രോവേഴ്ഷ്യൽ കമന്റ്സ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് എനിക്ക് ഒപ്പീനിയൻസ് ഇല്ലെന്നല്ല. പക്ഷെ ഞാനത് എനിക്കിങ്ങനെ ഒരു പൊസിഷനോ അല്ലെങ്കിൽ ഒരു സ്ഥാനം ഉള്ളത് കൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഞാൻ വെറുതെ എല്ലാത്തിനും ഒപ്പീനിയൻ പറയണമെന്നില്ല. ഐ ഡോണ്ട് സീ ദ നീഡ്. You are too much concerned about the people. ഉണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ സം പീപ്പിൾ, കുറെ പേരാണ് എനിക്ക് അങ്ങനെ ടെൽ മീ, ഐ വാസ് ഹാവിങ് റിയലി ബാഡ് ഡേ. പെട്ടെന്ന് ഉൾക്കാരൻ ഇങ്ങനെ മോളിൽ കണ്ടപ്പോൾ മൈ ഡേ ഗോട്ട് ബെറ്റർ. സോ ഇഫ് ഒരു 5 സെക്കൻഡ് ആണെങ്കിലും ഇഫ് ഐ കൻ മേക്ക് ദം ഹാപ്പി യുവർ സ്മൈൽ, എൻ്റെ ആ ഒരു 5 സെക്കൻഡ് ഇറിറ്റേഷൻ ഐ കൻ ഹൈഡ്. 5 സെക്കൻഡ് ആണെങ്കിലും ഇഫ് ഐ കൻ മേക്ക് ദം ഹാപ്പി യുവർ സ്മൈൽ, എൻ്റെ ആ ഒരു 5 സെക്കൻഡ് ഇറിറ്റേഷൻ ഐ കൻ ഹൈഡ് ഇറ്റ്. ദുൽഖർ ഒരു പെർഫെക്ഷനിസ്റ്റ് ആവാനാണല്ലോ ദുൽഖറിന്റെ ഓരോ സിനിമ കഴിയുമ്പോഴും ശ്രമിക്കുന്നത്. കലിയിലെ ദുൽഖറിന്റെ പെർഫോമൻസ്, ചാർലിയിലെ ദുൽഖറിന്റെ പെർഫോമൻസ്, എവിടെയോ ഒരു പെർഫെക്ഷൻ തേടിയുള്ള ഒരു യാത്ര. Is it a deliberate attempt? In all honesty, എന്റെ ഫസ്റ്റ് 5 to 6 ഫിലിംസിൽ മൊത്തം എനിക്കൊരു NRI ടാഗ് വന്നു. അല്ല, അത് എനിക്ക് പക്ഷേ ആസ് എൻ ആക്ടർ ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. സങ്കടമൊന്നല്ല എനിക്ക്. പക്ഷേ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബി ടൈപ്പ് കാസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇതിൽ മാത്രമേ നന്നായി പെർഫോം ചെയ്യുന്നുള്ളൊരു ടാഗ് വേണമെന്ന് എനിക്കില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ അത് കുറെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഈ ചോക്ലേറ്റ് ബോയ് ടാഗ് വന്നു. പലരുടെയും മുഖമാണ് അവരുടെ ഏറ്റവും വലിയ സുഹൃത്ത്, മുഖം തന്നെയാണ് ഏറ്റവും വലിയ ശത്രു എന്ന് പറയും. ഒരു ടൈപ്പ് കാസ്റ്റിന് അയാളുടെ മുഖമാണോ? അല്ല, ഐ മീൻ ഇതിലൊന്നും ഇതൊന്നും എന്നെ എന്താ പറയാ എന്റെ കരിയറിനെ നെഗറ്റീവായി ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഒരു ടാഗ് ഉണ്ടെങ്കിൽ അത് ഇതുവരെ വന്ന സിനിമകൾക്ക് മാത്രമാണ്. ഞാൻ ഇനി അങ്ങോട്ട് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും എൻ്റെ ഒരു ലൈഫ് ലോങ് കരിയറിന്റെ ടാഗ്. സ്വന്തം തലയ്ക്ക് വില ഉണ്ടാവുമ്പോൾ ഒരു സന്തോഷമുണ്ടോ? സത്യം പറയാൻ എനിക്കെപ്പോഴും അത് ഇറ്റ്സ് എ ബിറ്റ് ട്രിക്കി. കാരണം ഞാനെപ്പോഴും വിചാരിക്കും ഞാനിങ്ങനെ ഒരു അത് എൻ്റെ സക്സസ് ബേസ് ചെയ്താണെങ്കിൽ നാളെ എനിക്ക് ഫെയിലിയേഴ്സ് ഉണ്ടായാൽ ഇത്
ആ പ്രൈസ് കുറയുമെന്നൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഐ എം വെരി ബാഡ് അറ്റ് ഭയങ്കരമായിട്ട് ജഡ്ജിങ് യുവർ ഓൺ സക്സസ്, judging my own success or like, you know, what I get paid for a film. അതൊക്കെ it's a bit tricky for me. അവിടെയാണ് ഒരു പോയിന്റ് ചോദിക്കാനുള്ളത്. ആർട്ട് ഓഫ് സെയിങ് നോ ആണ് ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയ കപ്പാസിറ്റി. ആർട്ട് ഓഫ് സെയിങ് നോ വേണോ ഇൻഡസ്ട്രിയിൽ? വേണം തീർച്ചയായിട്ടും വേണം. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കിപ്പോൾ ഈവൺ ഒരു ഫ്രണ്ടിന് വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് സഹായിക്കാം, പക്ഷെ ഒരു രണ്ടുപേരും കരിയർ വെച്ച് കളിച്ച് സഹായിക്കരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദുൽഖർ മാസ്റ്റർ ചെയ്തിട്ടുണ്ടോ സെയിങ് നോ? യാ, I don't know if I mean ഇതുവരെ I think so maybe yeah I mean പറയാൻ തുടങ്ങി ഞാൻ ആദ്യം മുതലേ പറയാറുണ്ട്, എന്ന് വെച്ചാൽ പറഞ്ഞേ പറ്റൂ. ബിക്കോസ് ഞാൻ കേട്ടിട്ടുണ്ട് ഓൾഡ് ഡയറക്ടേഴ്സ് ഒക്കെ മറ്റു പല ആക്ടേഴ്സിനകത്ത് കംപ്ലയിൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്. യങ് ആക്ടറാണ്, സൂപ്പർ സ്റ്റാർ ആയി, ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ നോ പറയുന്നു. ദുൽഖറിന് ആ മുഷിപ്പ് തോന്നാറില്ലേ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരിനെ കുട്ടിക്കാലം മുതലേ കണ്ടുവളർന്ന ആൾക്കാരോട്? ശരിയാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഓരോ ഡയറക്ടേഴ്സിനും ഓരോ ആർട്ടിസ്റ്റിനെയും കാസ്റ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ ആസ് ആർട്ടിസ്റ്റ് ഐ തിങ്ക് നമുക്കും ആ ഫ്രീഡം ഉണ്ട് ടു ഡു വാട്ട് വി ബിലീവ് ഓർ ടു സേ യെസ് ടു വാട്ട് വി ബിലീവ് ഓർ നോട്ട്. സ്റ്റേറ്റ് അവാർഡ് ഉയർത്തി, ഇനി ഒരു കയ്യിൽ സ്റ്റേറ്റ് അവാർഡ് മറു കയ്യിൽ നാഷണൽ അവാർഡ് ഉയർത്തണം ഇൻഷാ അല്ലാ. ഉയർത്തണം എന്നുണ്ട്, കാരണം അതും എൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെ വരും. എൻ്റെ വീട്ടിൽ ഓൾറെഡി 2-3 ഉണ്ട്. അതിലൊരു കോൺട്രിബ്യൂഷൻ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ. Thank you very much. I think it's been a wonderful session with you. Thank you, Shan. Great interview. ഷാന്റെ ക്വസ്റ്റ്യൻസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാനതിങ്ങനെ ആലോചിച്ച് കുറെ സംഭവങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ഒരു തോന്നുന്നു. ട്രിപ്പാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ദുൽഖർ, യു ആർ നോട്ട് ജസ്റ്റ് ദുൽഖർ സൽമാൻ, യു ആർ ദുൽഖർ സൽമാൻ. Thank you. With RJ Sean.